വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴാണ് കേട്ടോ ഇക്ക വന്ന് ചോദിക്കുന്നത്, നീ എൻ്റെ ഒപ്പം കല്യാണത്തിന് വന്നു. അപ്പോൾ എടുത്ത പാടെ ഞാൻ ആന്ന് പറഞ്ഞു കേട്ടോ. കാരണം വെറുതെ ഇരിക്കാൻ ഒരു പണിയും ഇല്ലായിരുന്നു, ബോറടിച്ചിരിക്കുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ചോദിച്ച പാടന്നെ ഞാൻ ഓക്കെ നമുക്ക് പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഇക്ക ബ്ലൂ ഷർട്ടും പിന്നെ ഞാനൊരു യെല്ലോയും പിന്നെ ഇച്ചു ഒരു വൈറ്റിൽ പ്രിൻറ്റ് വരുന്ന ടൈപ്പും പിന്നെ ആസ് എ ബേബിക്ക് ഒരു ഫ്രോക്ക് ചെയ്യുന്നു കേട്ടോ. ഇട്ടടുത്ത ഡ്രസ്സൊക്കെ പെട്ടെന്ന് വാങ്ങി ഞങ്ങളത് ആ ചെക്കൻ്റെ വീട്ടിലും എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയപാട് തന്നെ വേഗം ചായയും അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അതിനുശേഷമാണ് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കുടിച്ച് ഈ ചായ കുടിക്കുന്ന സമയത്ത് 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ കുടിച്ചത്. പിന്നെ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. 9 മണി 9:30 ആകാൻ നേരത്തിരുന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളെല്ലാവരും കൂടി നിലത്തിരുന്ന് കളിച്ചു. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എസ് ബേബി നമ്മൾ എത്തുന്ന സമയത്ത് ഉറക്കിയിരുന്നു കേട്ടോ. പിന്നെ എണീറ്റത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. അങ്ങനെ പിന്നെ ആൾ എണീറ്റപ്പം പിന്നെ ആക്റ്റീവായി. അങ്ങനെ പിന്നെ ഇച്ചും മെജൊക്കെ കുറേ നേരം കളിച്ചു. പിന്നെ ഇക്ക കുറേ നേരം ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടോ. ശരിക്കുള്ള പരിപാടി ഞായറാഴ്ചയാണ് കേട്ടോ പരിപാടി. ഞങ്ങൾ തലേ ദിവസം ജസ്റ്റ് ഒന്ന് പോയിട്ടുള്ളതായിരുന്നു. അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറി ചെയ്യുന്നു കേട്ടോ. അതൊക്കെ നല്ലോണം കഴിച്ച് ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ എത്രയും നമ്മൾ ഇന്നത്തെ വിശേഷം.